ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് നാടുവിട്ട കോഴിക്കോട് വടകര സ്വദേശി വിഷ്ണുപ്രകാശിന്റെ ഫോൺ നഷ്ടമായെന്ന് പോലീസ്. 8 മാസം മുൻപ് 10,000 രൂപയാണ് വിഷ്ണു ലോൺ ആപ്പ് വഴി എടുത്തത്. പലിശയടക്കം തുക തിരിച്ചടച്ചു. ലോൺ ആപ്പ് സംഘം വീണ്ടും പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി. വിഷ്ണുവിന്റെ ഫോൺ നഷ്ടപ്പെട്ടതിനാൽ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാൻ സാധിച്ചിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. ഇത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിന് മുമ്പാണ് ഈ സംഭവം എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് ഞങ്ങൾ അന്വേഷണ നടപടികൾ മുന്നോട്ട് പോകും. സ്വകാര്യ വ്യക്തിയിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ബ്ലേഡാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. ഏകദേശം 22,000 രൂപയാണ് അയാൾ എടുത്തത്. അയാൾ ഏകദേശം പൂർണ്ണമായും തിരിച്ചടിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ രേഖകളൊന്നും തന്നെ ഞങ്ങൾക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. അപ്പോൾ ലഭ്യമാകുന്നതിനനുസരിച്ച് തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകും. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, ഈ ലോൺ തുക മുഴുവൻ അടച്ചിട്ടും വിഷ്ണുവിന് ഈ തട്ടിപ്പുകാരുടെ ഭീഷണി നേരിടേണ്ടി വരികയായിരുന്നു. അതായത് ഈ ഡിജിറ്റൽ ലോൺ ആപ്പിൽ നിന്നുമാണ് വിഷ്ണുവിന് ഈ ഭീഷണിയൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വിഷ്ണു 10,000 രൂപയാണ് ലോൺ ആപ്പിൽ നിന്നും വായ്പ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പൂർണ്ണമായും തിരിച്ചടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും വിഷ്ണുവിന് വലിയ തോതിലുള്ള ഭീഷണിയും വിഷ്ണുവിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ കുടുംബാംഗങ്ങൾക്ക് ഉൾപ്പെടെ അയക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളും ഈ ലോൺ ആപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതോടുകൂടിയാണ് വലിയ സമ്മർദ്ദത്തിലായ വിഷ്ണു നാടുവിടുന്ന സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് വിഷ്ണുവിനെ പയ്യന്നൂരിൽ നിന്നും കണ്ടെത്തിയത്. 8 ദിവസത്തിന് ശേഷം പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തുകയും അതിൽ നിന്നുമാണ് ഈ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ പ്രധാനമായ വിവരങ്ങൾ ലഭിക്കേണ്ട വിഷ്ണുവിന്റെ ഫോൺ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസിന് കടക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും വിഷ്ണുവിന്റെ ഫോൺ കണ്ടെത്താനുള്ള നടപടികൾ കൂടി ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ ഈ ലോൺ ആപ്പും ഉൾപ്പെടെയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.